വീണ്ടും വാർത്തകളിലേക്ക്. ചിന്ത ജെറോമിന്റെ പ്രബന്ധ വിവാദം പരിശോധിക്കുന്നതിനായി കേരള സർവകലാശാല വിദഗ്ധ സമിതിയെ നിയമിക്കും. പ്രബന്ധത്തിലെ പിഴവുകൾ, കോപ്പിയടി ഉണ്ടായോ എന്നിവയായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കുക. 4 അംഗ കമ്മിറ്റിയാകും നിയമിക്കുക. ചിന്തയുടെ ഗവേഷണ പ്രബന്ധത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ കേരള സർവകലാശാല ഇടപെടലിനൊരുങ്ങുന്നത്. ഗവേഷണ പ്രബന്ധത്തിൽ കോപ്പിയടി നടന്നു, വസ്തുതാപരമായ പിശകുകളുണ്ട് എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് സർവകലാശാലയിൽ പരാതി ലഭിച്ചിട്ടുള്ളത്. ഇത് രണ്ടും പരിശോധിക്കാനാണ് സർവകലാശാല ഒരുങ്ങുന്നത്. 4 അംഗ സമിതിയാകും പരാതികൾ പരിശോധിക്കുക. സർവകലാശാല വിസിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നുമ്മൽ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശേഷമാകും സമിതി സംബന്ധിച്ച തീരുമാനം. ഒരിക്കൽ ഗവേഷണ പ്രബന്ധം അംഗീകരിക്കപ്പെട്ടാൽ അത് പിൻവലിക്കാനോ തിരുത്താനോ സാധിക്കില്ല എന്നാണ് സർവകലാശാല ചട്ടത്തിൽ പറയുന്നത്. അതുകൊണ്ട് പരിശോധന നടന്നാലും അത് ചിന്തയുടെ ഡോക്ടറേറ്റിനെ ബാധിക്കില്ല. PhD നൽകിയത് സർവകലാശാലയാണ്. ഗവേഷണ പ്രബന്ധത്തെക്കുറിച്ചുള്ള പരാതിയിൽ PhD അംഗീകരിച്ച സർവകലാശാല തന്നെ മറുപടി നൽകുമെന്നതാണ് ചിന്തയുടെ വിശദീകരണം. വാഴക്കുല എഴുതിയത് വൈലോപ്പിള്ളി എന്നാണ് ചിന്തയുടെ പ്രബന്ധത്തിലുള്ളത്. കൂടാതെ 2010 ബോധി കോമൺസ് എന്ന സൈറ്റിൽ ബ്രഹ്മപ്രകാശ് എന്നയാൾ എഴുതിയ ലേഖനത്തിലെ ആശയം അതേപടി ചിന്ത പകർത്തിയെന്നുമാണ് ആക്ഷേപം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പ്രബന്ധ വിവാദത്തിൽ വിശദീകരണവുമായി ചിന്ത ജെറോം. പിഴവ് പറ്റിയെന്ന് ചിന്ത ജെറോം ഇടുക്കിയിൽ പറഞ്ഞു. സാന്ദർഭികമായ പിഴവ് ആർക്കും പറ്റും. ചൂണ്ടിക്കാണിച്ചവർക്ക് നന്ദിയുണ്ട്. തെറ്റ് മനുഷ്യ സഹജമാണ്. ഒരു വരി പോലും എങ്ങും നിന്നും പകർത്തിയിട്ടില്ല. പുസ്തക രൂപത്തിലാക്കുമ്പോൾ പിഴവ് തിരുത്തുമെന്നും ചിന്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.